2016 നിന്ന് 2023 ആവുമ്പോഴേക്കും 4000 കോടി രൂപയുടെ കടബാധ്യത ഈ സപ്ലൈകോയ്ക്ക് വരുന്നു. 1974 നിന്ന് 2016 വരെ കേവലം 375. പക്ഷേ 2016 നിന്ന് 2024 എത്തുമ്പോഴേക്കും 4000 കോടി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് നോക്കുമ്പോൾ കെടുകാര്യസ്ഥതയും ധൂർത്തും ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ, പാവപ്പെട്ടവന് പയർ കൊടുക്കേണ്ട കാര്യം, പാവപ്പെട്ടവന് അരി കൊടുക്കേണ്ട, ഉപ്പ് കൊടുക്കേണ്ട, മുളക് കൊടുക്കേണ്ട, പാവപ്പെട്ടവൻ്റെ കാര്യം, പട്ടിണി പാവങ്ങളുടെ, തൊഴിലാളികളുടെ, സാധാരണക്കാരൻ്റെ, അവൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ടാണല്ലോ 10 കോടിയെ ബജറ്റിൽ നീക്കി വെച്ചത് 4000 കൊടുക്കാനുള്ളപ്പോൾ. എന്നിട്ട് ഇവർ വലിയ വീമ്പ് പറയുന്ന കേരളീയത്തിനും അതുപോലെയുള്ള വലിയ വലിയ ആഘോഷങ്ങൾക്കും ഇവർ കോടികൾ നീക്കി വെക്കുന്നു. ഇവരുടെ ബസ്, ആ ബസ്സിന് വേറെ 100-110 കോടി രൂപ നീക്കി വയ്ക്കുന്നു. വാസ്തവത്തിൽ സപ്ലൈകോയ്ക്കല്ലേ ബാക്കി എന്ത് നടന്നാലും ശരി, ഏത് ചാണകക്കുഴി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും, ഏത് കുളിക്കാനുള്ള നീന്തൽക്കുളം ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും പരമപ്രധാനം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് പാവപ്പെട്ടവൻ്റെ അന്നമല്ലേ. അന്നമാണ് ഏറ്റവും വലുത് എന്നാണല്ലോ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുദ്രാവാക്യം. ഇടതുപക്ഷ സർക്കാർ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച മുദ്രാവാക്യം എന്താ? അവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ലേ. ആ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം, പാവപ്പെട്ടവൻ്റെ പെൻഷൻ, പാവപ്പെട്ടവന് കൊടുക്കേണ്ട സകലതും, അവന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വെള്ളം പോലും അടച്ചിട്ട വീടുകൾക്ക്, തുറന്നുകൊടുത്ത വീടുകൾക്ക് സകല മേഖലയിലും പണം കൂടുതൽ ഈടാക്കി, നികുതി ഈടാക്കി. അതേ സമയത്ത് പാവപ്പെട്ടവനൊന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ പാവപ്പെട്ടവന് കിട്ടേണ്ട സപ്ലൈകോയിലെ ആ സാധനങ്ങൾ, ഞാൻ ആ സാധനങ്ങളുടെ വില ഞാനിതിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനിന്ന് താങ്കൾ ഈ കാര്യം മാതൃഭൂമി ഇന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ വിലയെടുത്ത് ആ വിലയും സാധാരണക്കാരൻ്റെ കടയിലെ വിലയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഞാൻ പോയി നോക്കിയത്. ഞാനത് വളരെ വളരെ വിഷമത്തോടു കൂടി താങ്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വലിയ ചെറുപയറിൻ്റെ വില എന്താ? 92 രൂപ 63 പൈസ. അത് 74 രൂപയ്ക്ക് കിട്ടിയിരുന്നതാ. ഞാൻ ഇതേ സാധനം വെളിയിൽ പോയി ചോദിച്ചു, വലിയ വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഉഴുന്ന് 95 രൂപ 28 പൈസ, 66 രൂപയ്ക്ക് കിട്ടിയിരുന്നതാ. ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ 102 രൂപയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ സപ്ലൈകോ നിർത്തുക. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു മിസ്റ്റർ അരുൺ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൽപ്പാന്ത കാലത്തോളം വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. കൽപ്പാന്ത കാലത്തോളം ഈ നാട്ടിലെ സാധാരണക്കാരന് വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണോ പറഞ്ഞത്? കൽപ്പാന്ത കാലത്തോളം ഒരേ വിലക്ക് കൊടുക്കാൻ കഴിയുമോ? യാഥാർത്ഥ്യവിരുദ്ധം പറയല്ല. ഞാൻ പറഞ്ഞ ഒരു വിലക്ക് കൊടുക്കാന്നാണോ പറഞ്ഞത്? ഒരു വിലക്ക് താങ്കളുടെ ഊഴത്തിൽ പറയൂ. ഞാൻ എൻ്റെ ഊഴത്തിൽ പറയുമ്പോൾ ഇടയിൽ പറയല്ലേ. ഊഴത്തിലൊരു ചർച്ചയല്ലേ നിങ്ങൾ ഏത് ഊഴാണെങ്കിലും വാസ്തവത്തായിട്ടുള്ള കാര്യം. അഭിലാഷ ഒന്നേൽ ആ മനുഷ്യനോട് ഞാൻ അദ്ദേഹം ഞാൻ പോയായിരുന്നു. കുറെ നേരമായല്ലോ സംസാരിക്കണേ. മാന്യമായി സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ 100 പ്രാവശ്യമായി പറയണേ. ഇടയിൽ കയറി സംസാരിക്കരുത് പറഞ്ഞില്ലേ? മാന്യതയ്ക്ക് അറിയാം. വന്ന് വായി തോന്നിയ ദിവസം കാണിക്കുന്നത് എന്താന്നോ? ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വാഗ്വാദത്തിലേക്ക് പോരെ. ഇനിയിപ്പോ അതിലൊരു വഴക്ക് വേണ്ടല്ലോ. എന്റെ ഊഴമല്ലേ? അവസാനിപ്പിക്കും. പറഞ്ഞ എന്റെ ഊഴമല്ലേ? ഞാൻ പറയട്ടെ. ഞാൻ കാര്യം പറഞ്ഞു. ശരി. അപ്പോ എല്ലാവരും കാര്യമാണ് പറയണ. ചങ്ങാതി മിണ്ടാതിരിക്കൂ. കൽപ്പാന്ത കാലത്തോളം വില കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അത് അങ്ങേര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം, അതെന്റെ വിഷയമല്ല. ഞാൻ അങ്ങേര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല പറയുന്നത്. കൽപ്പാന്ത കാലത്തോളം വില കുറച്ചു കൊടുക്കുക, കൽപ്പാന്ത കാലത്തോളം വില കുറച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ സപ്ലൈകോ. നമ്പർ 1. നമ്പർ 2, വില കൂട്ടാനേ പാടില്ല. വിലയൊന്നും കൂട്ടിയിട്ടില്ല. അല്ലല്ലോ ഇപ്പോഴും വില കൂട്ടിയെന്നാരാ പറഞ്ഞേ? വില കൂട്ടിയിട്ടില്ല. അതിന് സബ്സിഡി കുറച്ചിട്ടേ ഉള്ളൂ. വില കൂട്ടിയെന്നാരെങ്കിലും പറഞ്ഞോ?
വില കൂട്ടി, സപ്ലൈകോയിൽ വില കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വില കൂട്ടിയിട്ടില്ല, അതിൻ്റെ സബ്സിഡി കുറയ്ക്കുക ചെയ്തത്. സബ്സിഡി കുറയ്ക്കാനുള്ള അവകാശം സർക്കാരിനില്ല. കൽപ്പാന്ത കാലത്തോളം സബ്സിഡി കൊടുക്കാനാണ് ഈ സാധനം. അവിടെയാണ് എൻ്റെ പോയിന്റ്. വില കൂട്ടണം, വില കൂട്ടുകയോ കൂട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ കൽപ്പാന്ത കാലത്തോളം സബ്സിഡി കൊടുത്ത് വില കൂടുന്ന സാധനത്തിൻ്റെ വില കുറയ്ക്കലാണ് ഈ സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം സബ്സിഡി കുറയ്ക്കുക. സബ്സിഡി എങ്ങനെ കുറയ്ക്കുക? ഇത്രയും കാലം സബ്സിഡിയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ച ആൾക്കാരല്ലേ ഇവരെല്ലാ കാര്യവും ഇവർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രശ്നവുമില്ല.